നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ഒരുപക്ഷെ ജന്മനാട്ടിലേക്ക് ഓണക്കാല അവധി ലഭിച്ചുകൊണ്ട് ജന്മനാട്ടിലേക്ക് വരേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. തന്മൂലം അതിനുവേണ്ടി വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റത്തോടു കൂടിയതായിട്ടുള്ള മറ്റൊരു ഉദ്യോഗത്തിന് അവസരം ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും ഇതിനുവേണ്ടി ചേരുക. എന്നിരുന്നാലും നിലവിലുള്ള സ്ഥാപനത്തിൽ രാജിക്കത്ത് നൽകുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകളെല്ലാം പരിഹരിക്കുന്നത് വഴി സംയുക്ത സംരംഭങ്ങളിൽ നിന്നും ഒരുപക്ഷെ ഉള്ളതിൽ നിന്നും ഒഴിഞ്ഞു പോവുകയോ അഥവാ ആ സ്ഥാപനം തന്നെ മുഴുവനായിട്ടും ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾക്കോ വേണ്ടി ചർച്ചകൾ നയിക്കുവാനും ഒരു തീരുമാനം കൈക്കൊള്ളുവാനും യോഗം കാണുന്നുണ്ട്. നിലവിലുള്ള പ്രവർത്തന മേഖലകളോടനുബന്ധമായി കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ കൂടി വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാൻ സാധ്യത കാണുന്നു. മക്കൾക്ക് തന്നേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള മറ്റൊരു ഉദ്യോഗം ലഭിച്ചത് വഴി ആശ്വാസം, സമാധാനം, ആത്മാഭിമാനം എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ഈ മാസത്തിൽ പുറപ്പെടുവാനുള്ള ഉദ്ദേശം ആവുന്നത് മാറ്റിവെച്ച് ചിങ്ങമാസത്തോടു കൂടി ഉള്ള വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ സാധ്യത കാണുന്നു. എന്നാൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കുവാനും ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനുമുള്ള അവസരം മനസ്സമാധാനത്തിനും കൃതാർത്ഥതയ്ക്കും വഴിയൊരുക്കും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുന്ന കാര്യങ്ങളിൽ, വളരെ നിഷ്കർഷയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടുവാനുള്ള യോഗം കാണുന്നുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ഉൽപ്പന്നങ്ങൾ അവലംബിക്കുവാനോ ചേർക്കുവാനോ ഉള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും ഒരുപക്ഷെ ഇതിൻ്റെ ഒരു വിതരണ മേഖലകളുടെ വിപുലീകരണം വരുന്ന നവംബർ മാസത്തിൽ മുതലായിരിക്കും വേണ്ടി വരിക. എന്നിരുന്നാലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.